എപ്പോഴും പറയുമല്ലോ, ഉസ്താദേ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ ചെയ്തു പോയി, എവിടെയാണ് കഴുകിക്കളയേണ്ടത്, എവിടെയാണ് കഴുകിക്കളയേണ്ടത്? അല്ലാഹുവേ, പുതുവർഷം തുടങ്ങുകയാ ചെറുപ്പക്കാരാ. ഇന്ന് ന്യൂ ഇയർ ആമോര്, മുസ്ലിമീങ്ങളുടെ ന്യൂ ഇയർ ഇന്നാമോര്. കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്ത പാവങ്ങൾ മുഴുവനും, കഴിഞ്ഞ ഒരു വർഷക്കാലം ചെയ്ത പാപങ്ങൾ മുഴുവനും നിനക്ക് കഴുകിക്കളയടോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഏതെങ്കിലും ഒരു ഭർത്താവ് സ്നേഹത്തോട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിലൊന്ന് പിടിച്ചാൽ ആ കൈകളുടെ വിരലുകൾക്കിടയിലൂടെ അല്ലാഹു അവന്റെ പാപം പൊറുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹുവിന്റെ റസൂല് മസ്ജിദുൻ നബവിയിലിരുന്ന് പ്രസംഗിക്കുകയാണ്. അവിടെന്ന് പറഞ്ഞു, സഹാബാ, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിക്കകത്തേക്ക് ഒരു കവള് വെള്ളം ഒഴിച്ചു കൊടുത്താ അവന് നാളെ സ്വർഗത്തിലെ വെള്ളം കിട്ടും. സഹാബാ, പറഞ്ഞു തീരേണ്ട താമസമുണ്ടല്ലോ. ചെറുപ്പക്കാരനായ സൗബാൻ എന്ന് പറയുന്ന സഹാബി ഇറങ്ങി ഓടുകയാ. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. എവിടേക്കാണ് ഓടുന്നത്? ഓടി തന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് പ്രിയപ്പെട്ട ഭാര്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് വരികയാണ്. എന്നിട്ട് വെള്ളം കോരിയിട്ട് ഭാര്യയുടെ വായിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുമ്പോ ആ പെണ്ണ് ചോദിക്കുന്നു, സൗബാന്, നിങ്ങൾക്ക് എന്തേ ഭ്രാന്ത് പിടിച്ചോ? നിങ്ങൾ എന്നെ കൊല്ലാൻ പോവുകയാണോ? അവിടെ നിന്ന് പറഞ്ഞു, പെണ്ണേ, ഏതെങ്കിലും ഒരു ഭർത്താവ് സ്നേഹത്തോടെ തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ വായിലേക്ക് ഒരു കവള് വെള്ളം ഒഴിച്ചു കൊടുത്താ അവന് നാളെ സ്വർഗത്തിലെ വെള്ളം കിട്ടും. പെണ്ണേ, ആ പ്രതിഫലം വാങ്ങാനുള്ള കൊതി കൊണ്ടാ, ആ പ്രതിഫലം കിട്ടാനുള്ള ആഗ്രഹം കൊണ്ടാ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു നിനക്ക് ഇണയാക്കി തന്ന നിന്റെ ഭാര്യ അവൾ ഇന്ന് ഗ്ലാമറെല്ലാം നഷ്ടപ്പെട്ടല്ലോ, അവൾക്ക് പ്രായമായല്ലോ. വീടിനകത്ത് കിടന്ന് ജോലി ചെയ്ത് അവളുടെ സൗന്ദര്യം മുഴുവനും നഷ്ടപ്പെട്ടപ്പോ നിനക്കവളെ വേണ്ട എന്ന് തോന്നുന്നു. റസൂലുള്ള പറയുന്നു, പൊന്നുമോനെ, ഏതെങ്കിലും ഒരു ഭർത്താവ്, അല്ലാഹുവേ, ഏതെങ്കിലും ഒരു ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മുഖത്ത് നോക്കിയൊന്ന് ചിരിച്ചാ, സ്നേഹത്തോടെയൊന്ന് നോക്കിയാ പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പടച്ച റബ്ബ് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? ഇന്ന് വഅദ് കഴിഞ്ഞ് പിരിഞ്ഞുപോയി നിന്റെ ഭാര്യയുടെ മുഖത്ത് നോക്കിയിട്ട് ആ പാവപ്പെട്ടവളെ മണിയറയുടെ രാത്രി നോക്കിയതുപോലെ സന്തോഷത്തോടെ ഒന്ന് നോക്കിയാൽ അല്ലാഹു തരുന്ന പ്രതിഫലം നാളെ ഇവിടത്തെ പള്ളിയുടെ മിനാരത്തിൽ സുബഹി കഴിയുമ്പോ വിളിച്ചു പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറഞ്ഞു ഈ നാട്ടുകാര് മുഴുവനും നിന്നെ അവസാനമായൊന്ന് കാണാൻ വരുമ്പോ എന്റെ പ്രിയമുള്ള ഉപ്പ, എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരാ, ആ പുഞ്ചിരി അപ്പോഴും നിന്റെ മുഖത്തുണ്ടാകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് വേണ്ട. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് കുടുംബജീവിതത്തിന്റെ വില. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് ആണുങ്ങൾക്ക് അല്ലാഹു തരുന്നത്. പെണ്ണുങ്ങൾക്ക് എപ്പോഴും പരാതിയാണ്, എന്ത് ചെയ്താലും പരാതി. ചില പെണ്ണുങ്ങൾ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവരാ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. 6 വിഭാഗം പെണ്ണുങ്ങൾ വീടിന്റെ ബർക്കത്തും നന്മയും നഷ്ടപ്പെടുത്തുന്നവരാ. അല്ലാഹു നമ്മുടെ ഭാര്യമാരെ ആ വിഭാഗത്തെ തൊട്ട് കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. നിന്റെ വീട്ടിൽ സമാധാനമില്ല, സന്തോഷമില്ല, എത്ര കെട്ടിയാലും മതി വരുന്നില്ല. കാരണമെന്തേ? 6 വിഭാഗം പെണ്ണുങ്ങൾ നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നിന്റെ വീട്ടിൽ ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 6 വിഭാഗം പെണ്ണുങ്ങൾ ഏതാണെന്നറിയണോ? ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊന്ന് കൈവക്കിക്കേ, അതൊന്ന് കേൾക്കാൻ. ഇന്ന് വീട്ടിൽ ചെന്നിട്ട് അടിയാ പെണ്ണുമ്പിള്ളയെ പിടിച്ചു നിർത്തിയിട്ട് പറയും, അങ്ങാര് പറഞ്ഞ 6 സ്വഭാവവും നിന്നെക്കൊണ്ട് നന്നായിക്കും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ,
ഈ 6 സ്വഭാവമുള്ള ഭാര്യമാരുണ്ടെങ്കിൽ തിരുത്തി കൊടുക്കാൻ, അല്ലാതെ അടിക്കാനല്ല. ഈ പറയുന്ന ദുസ്വഭാവങ്ങൾ നിന്റെ ഭാര്യക്കുണ്ടെങ്കിൽ നീ തിരുത്തി കൊടുക്കണം. എൻ്റെ പെങ്ങന്മാർക്കുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുള്ളൂ. വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണോ വേണ്ടേ? വേണം. ചില പെണ്ണുങ്ങള് ഭർത്താവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയും, നിങ്ങളാണ് എൻ്റെ ജീവിതം തുലച്ചത്. എങ്ങനെ കഴിയണി? എന്ത് ഇവർക്ക് എന്ത് ചെയ്താലും പരാതിയാ. എന്ത് വെച്ചാലും ഭക്ഷണം ഉണ്ടാക്കി തരുന്നതിന് പോലും പരാതി പറയുന്ന പെണ്ണുങ്ങളുണ്ട്. അള്ളാഹു ഇവർക്ക് ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഹിദായത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്ന പ്രതിഫലം അറിയും. നിനക്ക് നിന്റെ വിലയറിയില്ല, അതാ മനസ്സിലാക്കേണ്ടത്. നിനക്ക് നിന്റെ മഹത്വം എന്താ, അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്താണെന്ന് നിനക്ക് ഇതുവരെ തിരിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് നീ ഇങ്ങനെ കാണിക്കണേ. എന്തിനും കുറ്റവും പരാതിയും വീട്ടിലേക്ക് കയറി വരുമ്പോൾ മക്കളെക്കുറിച്ച്, ഭർത്താവിൻ്റെ ഉമ്മയെക്കുറിച്ച്, പെങ്ങളെക്കുറിച്ച്, വാപ്പയെക്കുറിച്ച്, അയൽവാസിയെക്കുറിച്ച് വരുന്നത് പോലെ തിരിച്ചു പോകാൻ ആഗ്രഹിക്കണേ. ചില ചെറുപ്പക്കാർക്ക് വീട്ടിൽ 10 മണിയായി പോകുന്നില്ലേ, ഇത്തിരി കൂടെ കഴിയട്ടെ ഉസ്താദെ, അങ്ങോട്ട് പോയാൽ എങ്ങനാ? വൈകിട്ട് വീട്ടിൽ പോയാൽ നേരം വെളുത്താൻ മതി, ഇറങ്ങിപ്പോകാൻ സമാധാനമില്ല. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സാലിഹത്തുകളാക്കി തരുമാറാകട്ടെ. ഞാനിങ്ങനെ ചിന്തിച്ചു, ഒരു മനുഷ്യൻ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഹജ്ജിന് പോകുകയാ, എൻ്റെ ഭാര്യ ഹജ്ജിന് പോകുന്നു, ദുആ ചെയ്യണം. ഞാൻ ചോദിച്ചു, നിങ്ങൾ പോണില്ലേ? ഞാൻ പോണില്ല, ഞാൻ അടുത്ത വർഷമേ പോകുന്നുള്ളൂ. അപ്പൊ ഇയാൾക്ക് നല്ല ആരോഗ്യമുണ്ട്, ചെറുപ്പക്കാരനാ, ഒരുപാട് സമ്പത്തുണ്ട്. എന്നാൽ ഇയാൾ ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ എനിക്ക് വീണ്ടും ഞാൻ ചോദിച്ചു, നിങ്ങൾ പോകാത്തതിന്റെ കാരണം എന്തേ? ഒന്നുമില്ല ഉസ്താദ്. ഞാൻ പറഞ്ഞു, ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചല്ലേ പോകേണ്ടത്? ഇല്ല, അവൾ ആദ്യം പോയിട്ട് വരട്ടെ, ഞാൻ അടുത്ത വർഷമേ പോകുന്നുള്ളൂ. ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നത് കണ്ടപ്പോൾ എനിക്ക് എന്താണെന്ന് അറിയണമെന്നൊരു ആകാംക്ഷ തോന്നി. ഞാൻ പിന്നെയും ഇങ്ങനെ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഉസ്താദെ ഹജ്ജെന്നൊക്കെ പറയുന്നത് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യാൻ കിട്ടുന്ന വലിയൊരു ഭാഗ്യ, ഫറലല്ലേ. അപ്പൊ ഇവളെയും കൊണ്ട് അവിടെ പോയി കഴിഞ്ഞാൽ ശരിയാവൂല, ഇവൾ ആദ്യം പോയി ചെയ്തിട്ട് വരട്ടെ, പിന്നെ ഞാൻ പോകുന്നുള്ളൂ. കാരണം അവിടെ പോയി കിടന്ന് അടിയുണ്ടാക്കാൻ വയ്യാത്തണ്ടാന്ന്. അവിടെ പോയി കിടന്ന് അടിയുണ്ടാക്കാൻ വയ്യ. അതുകൊണ്ട് ഇവൾ ആദ്യം ചെയ്തിട്ട് വരട്ടെ, ഞാൻ അടുത്ത വർഷം പോകാം. ഇത് തന്നെ നമ്മുടെ ഭാര്യമാരും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എങ്കിൽ എൻ്റെ പ്രിയമുള്ള സഹോദരിമാരോട്, മക്കളെ കെട്ടിച്ചു കൊടുക്കുന്ന വീട്ടിൽ, ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് അടിയുണ്ടാക്കി പിണങ്ങി വീട്ടിലേക്ക് വന്ന് നിൽക്കുന്ന പൊന്നുമോളോട് വാപ്പാ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു കൊടുക്കാൻ അള്ളാന്റെ റസൂൽ ഒരു ഉപദേശം പറഞ്ഞു തരികയാണ്. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അള്ളാഹുവിന്റെ റസൂല് നിനക്ക് പറഞ്ഞു തരികയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് മഹദി ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ്. വീടിന്റെ വെളിയിൽ നിന്ന് സലാം പറഞ്ഞു. അള്ളാന്റെ റസൂല് വീടിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഗോതമ്പ് പൊടിച്ചു കൊണ്ടിരിക്കുകയാണ്. ആട്ടുകല്ലിന്റെ ചുവട്ടിലിരുന്ന് ഗോതമ്പ് പൊടിക്കുകയാണ്. അള്ളാന്റെ റസൂല് വിശേഷം ചോദിച്ചപ്പോ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഇരുന്ന് കരയുകയാണ്. ഫാത്തിമ ബീബി ഇരുന്ന് കരയുകയാ. അള്ളാന്റെ റസൂല് ചോദിച്ചു, മായബിക്കിയാ ഫാത്തിമ, ഉപ്പാന്റെ പൊന്നുമോൾ എന്തിനാ കരയുന്നത്? ആ സമയത്ത് തന്റെ പ്രിയപ്പെട്ട വാപ്പയുടെ നേരെ അതാ 2 കൈയും ഇങ്ങനെ നീട്ടി കാണിച്ചിട്ട് പറയുന്നു, വാപ്പാ ഈ കല്ല് പിടിച്ചിട്ട് അടുക്കളയിൽ കിടന്ന് ജോലി ചെയ്തിട്ട് എന്റെ കൈ പൊട്ടിയിട്ട് രക്തം വരുന്നു വാപ്പാ. ആരോടാ പറയുന്നത്? ലോകത്ത് ഒരു ഉപ്പയും ഇതുപോലെ ഒരു മകളെ സ്നേഹിച്ചിട്ടില്ല, ഇനി ഖിയാമത്ത് നാൾ വരെ സ്നേഹിക്കുകയുമില്ല. കാരണം എന്റെ കരളിന്റെ കഷ്ടമാണെന്നാ റസൂലുള്ള പറഞ്ഞത്. ആ പൊന്നുമോള് രഥാ കൈപൊട്ടികെട്ട് രക്തമൊലിക്കുന്ന കൈയെടുത്ത് കാണിച്ചിട്ട് പരാതി പറഞ്ഞപ്പോ പതിരാത്രി ഒരുമിച്ച് കൂടിയ പെങ്ങളെ, അള്ളാന്റെ റസൂല് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയുമോ? തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ചേർത്ത് പിടിച്ചിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, ഫാത്തിമ, അള്ളാഹു നിനക്ക് തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? പതിരാത്രി വേദ കേൾക്കാൻ ഒഴുകിയെത്തിയ പെങ്ങളെ, നിന്റെ ഭർത്താവ് 1 കിലോ അരി വാങ്ങിയിട്ട് വീട്ടിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് ചോറ് വെക്കാൻ നിന്റെ കയ്യിലേക്ക് വെച്ച് തരികയാ. ആ സമയത്ത് കുത്തുവാക്ക് പറയാതെ, പരിഹസിക്കാതെ, കളിയാക്കാതെ ഇതെന്റെ ബാധ്യതയാണെന്ന് മനസ്സിലാക്കി അത് വാങ്ങിയിട്ട് അടുക്കളയിൽ പോയി കഴുകി ശുദ്ധിയാക്കി ചോറ് വെച്ച് നിന്റെ ഭർത്താവിന്റെ മുന്നിൽ കൊണ്ട്
കൊണ്ട് വെച്ചാ അല്ലാഹു നിനക്ക് തരുന്ന പ്രതിഫലമറിയുവോ? ഒരു അരിമണിക്ക് പകരം, ഒരു ചോറിന് പകരം അല്ലാഹു നിന്റെ 10 നന്മ അല്ലാഹു നിനക്ക് എഴുതുകയാ. മലക്കുകൾ 10 നന്മ നിനക്ക് എഴുതുകയാണ്. 10 തിന്മകൾ അല്ലാഹുവേ മായിച്ചു കളയുകയാ. ഒരു മണിച്ചോറിന്റെ പ്രതിഫലമാണ്, ഒരു അരിയുടെ പ്രതിഫലമാണ്. 10 നന്മകൾ അല്ലാഹുവേ മലക്കുകൾ നിനക്ക് എഴുതുകയാ. 10 പാപങ്ങൾ അല്ലാഹുവേ പുറത്തു തരികയാണ്. എന്നിട്ട് എൻ്റെ പ്രിയമുള്ള പെങ്ങന്മാര്, പടച്ചവനെ എമ്മയ്ക്കും ഡിഗ്രിക്കുമൊക്കെ പഠിച്ച പെണ്ണുങ്ങള്, അടുക്കളയിൽ കിടന്ന് എൻ്റെ ജീവിതം തുലഞ്ഞെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. ഈ വീടിന്റെ അടുക്കളയ്ക്കകത്ത് കിടന്നാട് എൻ്റെ സൗന്ദര്യം മുഴുവനും നഷ്ടപ്പെട്ടു പോയതെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കും. അടുക്കളയിലെ നട്ടുച്ച സമയത്ത് അടുപ്പിന്റെ ചുവട്ടിൽ കിടന്നിട്ട് ഉരുകുമല്ലോ. നിന്റെ ശരീരം വിയർത്തിട്ട് വിയർപ്പ് തുള്ളികൾ ഇങ്ങനെ ഒഴുകുമല്ലോ. തുടക്കല്ലേ പെണ്ണ്, തുടക്കല്ലേ പെണ്ണ്. ഭർത്താവിനും മക്കൾക്കും ഭക്ഷണം വെക്കുന്ന സമയത്ത് ഒരു പെണ്ണിന്റെ ശരീരം വിയർത്താൽ ഒരു തുള്ളി വിയർപ്പ് താഴെ വീടാ നരകത്തിന്റെയും നിന്റെ ശരീരത്തിന്റെ ഇടയില് മലക്കുകൾ 7 കിടങ്ങ് കുഴിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നരകത്തിന്റെ തീ നിന്നെ തൊടൂല പെങ്ങള്. അല്ലാഹുവേ, പ്രസവ വേദന സഹിച്ചവരുണ്ടല്ലോ. ഉസ്താദേ, പ്രസവത്തിന് മരണവേദനയാണെന്ന് പറയുന്ന പെണ്ണുങ്ങളുണ്ടല്ലോ. ചുമ്മാ അതല്ലല്ലോ, അല്ലാഹു നിങ്ങൾക്ക് തരുന്ന പ്രതിഫലം എന്താ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ഫാത്തിമ, ഒരുമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ, ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോ ആ ഉമ്മയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയുമോ? നിന്റെ ശരീരത്തിൽ എവിടെയല്ല എത്ര രോമങ്ങളുണ്ടോ, ഓരോ രോമത്തിനും അല്ലാഹു നിനക്ക് നന്മ എഴുതുകയാ. നിന്റെ ശരീരത്തിലെ ഓരോ രോമത്തിന് പകരം അല്ലാഹു നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ അല്ലാഹു പുറത്തു തരികയാ. മക്കളെയും ചുമന്നുകൊണ്ട് വയലിന്റെ സദസ്സിൽ വന്ന ഉമ്മ, നോമ്പ് പിടിച്ചിട്ടാണെങ്കിലും, രോഗം പിടിച്ച് കിടക്കുകയാണെങ്കിലും, പട്ടിണി കിടക്കുകയാണെങ്കിലും, സ്വന്തം മക്കൾക്ക് പാല് കൊടുക്കുന്ന പെണ്ണ്, റസൂലുള്ള പറയുകയാണ്, 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ, 2 വയസ്സ് പൂർത്തിയാകുന്നത് വരെ ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ കുഞ്ഞിന് പാല് കൊടുത്താ അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? 1000 ശുഹദാക്കളുടെ പ്രതിഫലമാ. തന്റെ കുഞ്ഞിന് ആരോഗ്യം കളഞ്ഞിട്ട് പാല് കൊടുക്കുന്ന പെങ്ങള്, ബദറിലും മുഹദിലും ഹന്തക്കിലും ഖൈബറിലും തബൂക്കിലും പടച്ചവന്റെ ദീനിന് വേണ്ടി പോരാടിയ ശുഹദാക്കളുണ്ടല്ലോ, ബദരീങ്ങളുണ്ടല്ലോ. 1000 ശുഹദാക്കളുടെ പ്രതിഫലമാണ്. പടച്ചറപ്പേ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഭർത്താവിന്റെ വസ്ത്രം കഴുകാൻ എന്റെ പെണ്ണിന് മടിയാ. ഭർത്താവിന്റെ വസ്ത്രം കഴുകി കൊടുക്കാൻ, നിങ്ങളുടെ വിയർപ്പ് കഴുകാനല്ല എന്റെ ഉപ്പ എനിക്ക് ലക്ഷങ്ങൾ എന്തെന്ന് കെട്ടിച്ചു വിട്ടത്, അതിന് വേണമെങ്കിൽ മറ്റുള്ളവളെ നോക്കണമെന്ന് പറയുന്ന എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? നിന്റെ ഭർത്താവ് ധരിച്ചിരിക്കുന്ന ഒരു ജോഡി വസ്ത്രം, ഒരു ജോഡി വസ്ത്രം നീ കഴുകി കൊടുത്താൽ അല്ല നിനക്ക് തരുന്ന പ്രതിഫലം കേൾക്കണോ? 100 പാവപ്പെട്ടവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുത്ത പ്രതിഫലം അല്ലാഹു നിനക്ക് തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിന്റെ ഒരു ജോഡി വസ്ത്രം കഴുകി കൊടുക്കുന്ന പെണ്ണിന് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം 100 പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുത്ത പ്രതിഫലം കൊടുക്കും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഭാര്യമാർക്ക് ഇത് വല്ല അറിയോ? നിങ്ങളുടെ ഭാര്യമാർക്ക് ഈ പ്രതിഫലം കിട്ടൂ? ഈ തുണി കഴിവുന്ന പ്രതിഫലം നിങ്ങളുടെ ഭാര്യമാർക്ക് കിട്ടുമോ? കിട്ടൂല. ഇൻഷാ അല്ലാഹ് ഒന്നും പറയണ്ട, കിട്ടൂല. കാരണം ഓള് കഴിവുന്നില്ലല്ലോ, വാഷിംഗ് മെഷീനല്ലേ കഴിവുന്നേ. ഓക്കെന്ത് പ്രതിഫലം? സുജിട്ടതിന്റെ പ്രതിഫലം കിട്ടുമായിരിക്കില്ലേ? വാഷിംഗ് മെഷീൻ ഇട്ട് കഴിവുന്നവർക്ക് എന്തോ പ്രതിഫലം, ഉണക്കി കൈ കിട്ടുക, അവർക്ക് എന്തോ പ്രതിഫലം, വാരി ഇടുക, കുറച്ച് പൊടി ഇടുക, അത്ര തന്നെ. ഇതൊക്കെ ഈ കല്ലിലിട്ട് കഴിവുന്ന പെണ്ണുങ്ങൾക്കായിരിക്കും. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിവാഹം കഴിച്ചിട്ടുള്ള ആണുങ്ങളൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. വേറെ പെണ്ണ് നോക്കാനൊന്നും അല്ല, പൊക്കിക്കോ ധൈര്യമായിട്ട്. ഓക്കെയോ? ഭർത്താവിന്റെ തലയിൽ
നിങ്ങളുടെ ആരുടെയെങ്കിലും തലയിൽ നിങ്ങളുടെ ഭാര്യ എണ്ണ തേച്ച് തരുന്നുണ്ട്? ഒന്ന് കാണാനുള്ള കൊതി കൊണ്ടാന്ന് നോക്കിക്കേ. തേക്കും. അപ്പുറത്തിരുന്ന് പറയാ, ഇങ്ങനെ അങ്ങേരുടെ കഷണ്ടി തേക്കാത്ത കുഴപ്പം കൂടെ ഉള്ളൂ, ഒന്നും കൂടെ കെട്ടാൻ നടക്കുക അല്ലേ, ഇനി എണ്ണ തേക്കാത്തതിന്റെ കുറവ്. തേക്കണം പെണ്ണെ. വിവാഹം കഴിഞ്ഞ 1-ാമത്തെ രാത്രി മാത്രമല്ല ഭർത്താവ്, മരിക്കുന്നതിന്റെ അന്ന് നിന്റെ ഭർത്താവ് തന്നെയാണ്. 18-ാമത്തെ വയസ്സിൽ അല്ലെങ്കിൽ 15-ാമത്തെ വയസ്സിൽ നിനക്ക് ആ മനുഷ്യനോടുള്ള അതേ സ്നേഹം 50-ാമത്തെ വയസ്സിൽ ഉണ്ടാകണമെങ്കിലേ നീ രക്ഷപ്പെടൂ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താവിന്റെ തലയിൽ എണ്ണ തേച്ച് കൊടുത്ത അള്ളാഹു തരുന്ന പ്രതിഫലം കേൾക്കണോ? നിന്റെ മരണവേദന അള്ളാഹ് കുറച്ച് തരും. നിന്റെ മരണവേദന ഉണ്ടല്ലോ, ആ വേദന അള്ളാഹു നിനക്ക് കുറച്ചു തരും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഭർത്താവിന്റെ മീശ വെട്ടിക്കൊടുക്കണം ഭാര്യ. എന്ത് വെട്ടിക്കൊടുക്കണം? ഭർത്താവിന്റെ മീശ. നീ ബംഗാളിയുടെ അടുത്തല്ലേ കൊണ്ടു കൊടുക്കണേ, എന്ത് വെട്ടാനില്ലേ? ഭർത്താവിന്റെ മീശ ഭാര്യ വെട്ടിക്കൊടുക്കണം. ഈ പണ്ട് ഇപ്പോഴില്ലേ ബാർബർ ഷോപ്പൊക്കെ, പഴയ നമ്മുടെ വാപ്പയും ഉമ്മയൊക്കെ പണ്ട്, ഇത് 10-20 കൊല്ലം മുമ്പ് ചിന്തിക്ക്, വെള്ളിയാഴ്ച 10 മണി 9 മണി ആകുമ്പോഴേ എഴുന്നേറ്റിരുന്ന് കൊടുക്കും. ഉമ്മയാ ഷേവ് ചെയ്ത് കൊടുക്കണേ, ഉമ്മയാ വീശ വെട്ടിക്കൊടുക്കണേ. അല്ലാഹു അഅലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പെണ്ണെ, നിനക്ക് സ്വർഗത്തിലെ വെള്ളം കുടിക്കാൻ പറ്റിയ വെട്ടിക്കൊട്. ഭർത്താവിന്റെ മീശ വെട്ടിക്കൊടുക്കണം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വൈകുന്നേരം വീട്ടിലേക്ക് വന്ന് കിടന്നുറങ്ങാൻ വരുന്ന ഭർത്താവിന് കിടക്കാൻ ഒരു പുതപ്പ് വിരിച്ചു കൊടുത്ത ഈ പെണ്ണുങ്ങൾക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം കേൾക്കണോ? രാത്രി ഭർത്താവ് കിടന്നുറങ്ങാൻ വരുമ്പോൾ കിടക്കാൻ വേണ്ടി ഒരു പുതപ്പ് വിരിച്ചു കൊടുക്കുന്ന പെണ്ണിന് സുബഹി വരെ ഒരു മലക്ക് ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇതുവല്ല നമ്മുടെ ഭാര്യമാർക്കറിയോ? ഓക്കിങ്ങനെ ഗുണഗുണാതെ പറഞ്ഞിങ്ങനെ നിൽക്കാനേ അറിയൂ. എന്തിനും പരാതി. അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് ജീവിതം. അതുകൊണ്ട് റസൂലുള്ള പറയുകയാ, 6 സ്വഭാവമുള്ള പെണ്ണുങ്ങൾ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവരാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1-ാമത്തെ പെണ്ണ്, അടിയുണ്ടാക്കില്ലെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു തരത്തുള്ളൂ. കുഴപ്പമില്ലല്ലോ. അങ്ങാര് വന്നിട്ട് 2 തട്ടിലാക്കിയെന്ന് പറയരുത്. 1 നേരെ ഇരുന്ന എല്ലാവരും 1. ഇതിലിപ്പോ പെണ്ണുങ്ങൾ നേരെ ഇരി മനുഷ്യന്മാരെ, എല്ലാവരും നേരെ ഇരി. അള്ളാഹു ആഫിയത്തും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. 1-ാമത്തെ ഭാര്യ, വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്ന 1-ാമത്തെ പെണ്ണ് രോഗം നടിക്കുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആരാ? നല്ല നടിയാ, രോഗം നടിക്കുന്നവളാ. ഭർത്താവ് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ എനിക്ക് തലവേദനയാണ്. എന്തു പറഞ്ഞാലും രോഗം നടിക്കുന്നവൾ, ഒരു രോഗവുമില്ല എന്നിട്ടും രോഗം നടിക്കുന്നവൾ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നിങ്ങൾ എണ്ണിക്കോ, ഈ സ്വഭാവം നിങ്ങളുടെ ഭാര്യ കൊണ്ടോന്ന് മാത്രം കരുതിയാൽ മതി. ഉണ്ടെങ്കിൽ തിരുത്തുക. 2, ചെയ്ത നന്മകൾ എടുത്തു പറയുന്ന പെണ്ണ്. അപ്പോൾ ഒന്നും മറന്നിട്ടില്ല. വിവാഹം കഴിഞ്ഞ് 20 കൊല്ലമായി. ഇപ്പോഴും വഴക്കുണ്ടാകുമ്പോൾ പറയും, 30 പവനും 40 സെന്റും ആയിട്ടാണ് ഞാൻ വന്നത്, വെറുതെ ഒന്നുമല്ല. നിങ്ങളുടെ പെങ്ങന്മാരെ കെട്ടിക്കാൻ നേരത്ത് എൻ്റെ കയ്യിൽ കിടന്നതൊക്കെയാ ഞാൻ ഊരിത്തന്നത്, ഓസിനല്ല ഊരിത്തന്നത്. നിങ്ങളുടെ വാപ്പയും ഉമ്മയും കിടന്നപ്പോൾ മൂത്രവും കാഷ്ടവും വാരി മരിക്കുവോളം നോക്കിയത് ഞാനാ, അറക്കരുത് എന്നിങ്ങനെ എടുത്തു പറയുന്നവൾ, ചെയ്ത നന്മകൾ എടുത്തു പറയുന്നവൾ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. അള്ളാഹു നമ്മുടെ പെങ്ങന്മാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചെറുപ്പക്കാരി ചിരിക്കുന്ന ഇന്ന് കാണിച്ചു കൊടുക്കുക ഉസ്താദെ, ഓളെന്ന് കേട്ടോ. 3 ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ മുന്നിലിരിക്കാം. ഭാര്യയും ഭർത്താവും കൂടെ വീടിന്റെ മുന്നിലിരിക്കുമ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ഐഷായും ഭർത്താവും കൂടെ ലുലുവിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങാം. ആ സമയത്ത് ഈ പെണ്ണ് ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുക, ഭർത്താവെന്ന് പറഞ്ഞ അങ്ങനെ ഇരിക്കണം. കണ്ടോ അവന്റെ ബോഡി കണ്ടോ, ഓ മനുഷ്യ കണ്ടോ, സൗന്ദര്യം കണ്ടോ. സ്വന്തം ഭർത്താവിനെ മുന്നിലിരുത്തിയിട്ട് മറ്റൊരുത്തൻ ആഗ്രഹിക്കുന്നവൾ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാ. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ചില പെണ്ണുങ്ങളുണ്ട്, ഭർത്താവിനെ നോക്കിയിട്ട് പറയും നിങ്ങൾ കൊള്ളൂല, ഓനാന്ന്. ചില നട്ടലില്ലാത്ത ജന്തുക്കൾ അതും കേട്ടിട്ടിരുന്ന് ചിരിക്കാറുണ്ട്. അങ്ങനെ ചില ജന്തുക്കളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, 3-ാമത്തെ പെണ്ണവള. 4
അവൾക്ക് വീട് നോക്കാൻ സമയമില്ല, മക്കളെ നോക്കാൻ സമയമില്ല, ഭക്ഷണം വെക്കാൻ സമയമില്ല. അവൾക്ക് എപ്പോഴും ഇങ്ങനെ ഒരുങ്ങി കെട്ടിയിരിക്കണം. എപ്പോഴും ഒരുങ്ങുന്ന പെണ്ണ്, അല്ലാഹുവേ, കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്ന പെണ്ണ്, അവൾ വീടിന്റെ നന്മ നഷ്ടപ്പെടുത്തുന്നവളാണെന്ന് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എഴുന്നള്ളത്തിന് നിൽക്കണ ആനയെ പോലെ എപ്പോഴും ഇങ്ങനെ നിൽക്കണം, പട്ടമൊക്കെ കെട്ടി ഒരുങ്ങണം. പെണ്ണ് ഒരുങ്ങണ്ട എന്ന് ഞാൻ പറയുന്നില്ല, ഒരുങ്ങേണ്ടത് ഭർത്താവിന്റെ മുന്നിൽ തന്നെ. പക്ഷെ എപ്പോഴും അതാണെങ്കിലും എപ്പോഴും ഇങ്ങനെ എല്ലാം ഇട്ടിട്ട് ഇങ്ങനെ ടിപ് ടോപ്പിൽ നിൽക്കുന്ന ഭാര്യ, അല്ലാഹു നമ്മുടെ പെങ്ങന്മാരെ കാക്കുമാറാകട്ടെ. അഞ്ചാമത്തെ ഭാര്യ, ഭർത്താവിന്റെ കയ്യിൽ പൈസയുണ്ടോ ഇല്ലേ അവക്കതൊന്നും അറിയണ്ട. പാവപ്പെട്ടവൻ അധ്വാനിച്ചതെല്ലാം കൂടെ കൊണ്ട് ലുലു സെന്ററിൽ പോയി ചോദിച്ചതെല്ലാം വാങ്ങിക്കൊടുത്തു. ഇനി വണ്ടിക്കൂലിക്ക് മാത്രമേ പൈസ ഉള്ളൂ. ഇറങ്ങുമ്പോഴാണ് അവിടെ ഒരു മാക്സി കിടക്കുന്നത്, അപ്പോഴും പറയും എനിക്ക് അതും വേണമെന്ന് പറഞ്ഞ് അടിയുണ്ടാക്കുന്നവർ. കാണുന്നതെല്ലാം വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഭാര്യ, അവൾ നന്മ നഷ്ടപ്പെടുത്തുന്നവരാ. അല്ലാഹു കാക്കുമാറാകട്ടെ. ആറാമത്തെ ഭാര്യ, ഭർത്താവ് ശാരീരിക ബന്ധത്തിന് വേണ്ടി വിളിച്ച അവൾ പറയും ഞാൻ കുടിച്ചിട്ടില്ല, എനിക്ക് രോഗവാ, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് മാറിപ്പോകുന്നവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമ്മുടെ ഭാര്യമാർക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അഭിനയം നിർത്തുക, എന്നിട്ട് സ്നേഹിക്കാൻ പഠിക്കുക. അഭിനയം നിർത്തണം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്നിട്ട് ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയണം. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഒന്നാമതായി പറയുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനൂ ഇലൈഹാ. പടച്ചവനെ, ഒന്നാമത് നമ്മുടെ കുടുംബം, നമ്മുടെ വീട് നന്മയുള്ള വീടാകണോ, സ്വർഗം പറഞ്ഞ വീടാകണോ. എൻ്റെ പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബമാവണോ. രണ്ട്, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞു തരുന്നത്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരികയാ, ഇന്നാ കുന്നാ ഖബ്ലു ഫീ അഹ്ലിനാ മുശ്ഫികീൻ. പടച്ചവരെ, ഖുർആൻ പറഞ്ഞ വീടാകണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? പടച്ചറപ്പിനെ പേടിയുള്ള ആണും പെണ്ണും വീട്ടിലുണ്ടാകണം. അല്ലാഹുവിനെ പേടിയാണ് ഭർത്താവിനും, അല്ലാഹുവിനെ പേടിയാ ഭാര്യയ്ക്കും, അല്ലാഹുവിനെ പേടിയാ. എന്റെ പ്രിയമുള്ളവരെ, പടച്ചറപ്പിനെ പേടിയുള്ള ഏത് ഭർത്താവായി സദസ്സിലുള്ളത്? ഏത് പെണ്ണിനാണ് അല്ലാഹുവിനെ പേടിയുള്ളത്? പടച്ചവനെ, പടച്ചറപ്പിനെ കുറിച്ച് നമുക്കൊന്നും ഓർമ്മയില്ലല്ലോ, അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ലല്ലോ. പടച്ചറപ്പ് കാണുന്നു എന്നുള്ള ഓർമ്മ എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോയല്ലോ. എത്ര വഅദ് കേട്ടാൽ അല്ലാഹുവേ, നരകമല്ല, ഖബറല്ല, പരലോകമല്ല, മഹ്ശറയല്ല, സിറാത്തല്ല, മീസാനല്ല, പടച്ചവനെ എന്തിനെ കുറിച്ച് പറഞ്ഞു കൊടുത്താൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ലാതെ മാറിപ്പോകുമ്പോ, എന്റെ പ്രിയമുള്ള പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്,